ഹായ് മക്കളെ, എറൈസിൽ നിന്ന് നിഖിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നീറ്റ് മാരത്തോൺ 2023 ക്ലാസ്സുകളെല്ലാം തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ക്ലാസ്സുകൾ കാണുന്നുണ്ട്. അവർക്ക് അതിൽ നിന്ന് ഒരുപാട് ഗുണം കിട്ടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. പല കുട്ടികളുമായും നമ്മൾ ആക്ച്വലി നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് നമ്മൾ വേണ്ടുന്ന ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ വരുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ദിവസം നമ്മൾ കടന്നു കഴിഞ്ഞു. ആദ്യത്തെ 3 ദിവസത്തെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്താണ് ക്ലാസ് എന്നുള്ളത് ഒന്നിച്ചൊരു ടൈം ടേബിളായി നിങ്ങളിലേക്ക് എത്തിക്കാം എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഈ ടൈം ടേബിൾ എടുക്കുന്നതിന് മുൻപായിട്ട് പല കുട്ടികളോടും സംസാരിക്കുകയും അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും അതനുസരിച്ചുമാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ടേബിൾ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൈം ടേബിളിൻ്റെ ഒരു ബേസിക് ഘടന ഈ ഡോക്യുമെൻ്റ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ഉണ്ട്, April 27, 2023 ദിവസമുണ്ട്, അത് തേഴ്സ്ഡേ ആണ്. 4ാമത്തെ ദിവസം ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ാമത്തെ ദിവസമാണ് വരുന്നത്. 4ാമത്തെ ദിവസം ഇനി നമ്മുടെ നീറ്റ് മാരത്തോൺ 2023 4ാമത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് വരുന്ന 2 സബ്ജക്റ്റുകളാണ് ബയോളജിയും കെമിസ്ട്രിയും. ബയോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീറ്റ് 2015 ക്വസ്റ്റ്യൻ പേപ്പറാണ്. കെമിസ്ട്രിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ, അതുപോലെ ഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഹൈഡ്രോ കാർബൺ എന്നീ ടോപ്പിക്കുകളായിരിക്കും. എടുക്കുന്ന ടീച്ചറുടെ കോഡ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സമയവും നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള ഇൻഫർമേഷനും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്തൊക്കെ ഇൻഫർമേഷനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയങ്ങൾ എല്ലാവരും നമ്മളോട് പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട്. ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിത് നിങ്ങളുടെ കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും ഈ ക്ലാസ്സുകൾ ഗുണകരമാവട്ടെ, എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, മോക്ക് ടെസ്റ്റിൻ്റെ കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ April 28 വെള്ളിയാഴ്ചയാണ് നമ്മൾ ആദ്യത്തെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ 10 മണിക്കാണ് നമ്മൾ 10 AM to 1:20 PM ആണ് നമ്മളുടെ മോക്ക് ടെസ്റ്റിൻ്റെ ടൈം വരുന്നത്. പലരുടെയും സംശയം നമ്മളുടെ മോക്ക് ടെസ്റ്റ് എങ്ങനെ നടക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മോക്ക് ടെസ്റ്റ് നീറ്റിൻ്റെ എക്സാം എന്ന് പറയുന്നത് ഓഫ്ലൈൻ മോഡിലാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആലോചിച്ചത് എറൈസിൻ്റെ ആപ്പിലേക്ക് നിങ്ങളെ റീഡയറക്റ്റ് ചെയ്യുകയും അതിലേക്ക് നിങ്ങളെ കൊണ്ട് എക്സാം എഴുതിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നീട് പലരുടെയും പല കുട്ടികൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്, പലരും ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് അവസാനത്തെ ആഴ്ച വീട്ടിലേക്ക് പോയ കുട്ടികളുണ്ട്. അങ്ങനെ എല്ലാവരോടും സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് എല്ലാവർക്കും ഓഫ്ലൈനായി പരീക്ഷ എഴുതാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങളുടെ കൺവീനിയൻസിൽ തന്നെ നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് എഴുതാനുള്ള വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് എഴുതുകയും അതിനുള്ള ഒരു സംവിധാനം ഒരുക്കാം എന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചു തരികയാണ് ചെയ്യുക. പക്ഷേ ഓഫ് കോഴ്സ് അതൊരു പ്രശ്നമാണല്ലോ, കാരണം PDF ആയിട്ട് അയച്ചു തന്നാൽ മാത്രം പോരല്ലോ, നമുക്ക് എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാൻ ഓഫ്ലൈനായിട്ട് എഴുതുന്ന എക്സാം ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടെക്നിക്കും നമ്മൾ ആക്ച്വലി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളുടെ എക്സാമിൻ്റെ സമയം പറയുന്നത് 10 മണി മുതൽ 1:20 വരെയാണ്. 1:20 ശേഷം നിങ്ങൾക്കൊരു ലിങ്ക് നമ്മൾ അയച്ചു തരും. അതായത് 1:20 പരീക്ഷ കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു ലിങ്ക് അയച്ചു തരും. ആ ലിങ്കിലേക്ക് നിങ്ങളുടെ റെസ്പോൺസസ് ഫുള്ളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അത് നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്താൽ മതി, സബ്മിറ്റ് ചെയ്താൽ മതി. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് 2-3 മണിക്കൂറിനകം എല്ലാം ടാബുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വലിയൊരു റാങ്ക് ലിസ്റ്റ്, അതായത് ഓൾ കേരള ലെവലിൽ കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും, ഒരുപാട് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരീക്ഷയാണ്. അപ്പോൾ ഈ പരീക്ഷയുടെ ബേസിസിൽ നിങ്ങൾക്ക് മാർക്കും നമ്മൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 10 മണിക്കാണ്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടാവും. മോക്ക് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻറ്റേഴ്സിൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളുടെ റൈസിൻ്റെ ഭാഗമായി നിങ്ങളോട് കോൺടാക്ട് ചെയ്ത ആൾക്കാരുടെ നമ്പറുണ്ട്, അവരോട് മെസ്സേജ് അയച്ച് ചോദിക്കാം. അവരോട് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കാം. എന്ത് ഉത്തരവും അവരുടെ ഭാഗത്ത് നിങ്ങൾക്കുണ്ടാവും. ഏത് സമയത്തും അവരുടെ സപ്പോർട്ട് ഉണ്ടാവും. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജുകളിലേക്ക് നിങ്ങൾക്ക് മെസ്സേജായിട്ട് അയക്കാം. ഏത് രീതിയിൽ നമ്മളെ കോൺടാക്ട് ചെയ്താലും ആ രീതിയിലൊക്കെ തന്നെ നമ്മളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാവരും ക്ലാസ് കൃത്യമായി കാണുക. ലൈവ് ക്ലാസ്സുകൾ എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.